ഗൾഫ് മേഖലയിൽ വീണ്ടും ആശങ്ക ഉയർത്തിയാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ രണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ UAE സമുദ്രാതിർത്തിക്കും അതിന് പുറത്തുമായി വീണത്. കപ്പലുകൾ ലക്ഷ്യം വെച്ച് ഇറാൻ മിസൈൽ അയച്ചു എന്ന ആരോപണമാണ് UAE ഉന്നയിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാനുമായുള്ള എല്ലാവിധ വ്യാപാര സാമ്പത്തിക ഇടപാടുകളും UAE അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവർ ഇത് ഔദ്യോഗികമായി അറിയിച്ചു കഴിഞ്ഞു. എന്നാൽ മിസൈൽ ആക്രമണം ഇറാൻ നിഷേധിക്കുകയാണ്. തങ്ങൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിട്ടില്ല എന്ന വിശദീകരണമാണ് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന ഖാലിബാഫ് അദ്ദേഹം ഇതിനകം തന്നെ അദ്ദേഹത്തിൻ്റെ വിശദീകരണമായി പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഇക്കാര്യം അറിഞ്ഞിട്ടില്ല, ഇറാൻ്റെ ആക്രമണമല്ല ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. അവിടെയും അമേരിക്കയ്ക്ക് മേലുള്ളൊരു സംശയമാണ് ഇറാൻ ഉന്നയിക്കുന്നത്. കാരണം ഇങ്ങനെ ഒരു ആക്രമണം നടത്തുകയും അതിൻ്റെ ഉത്തരവാദിത്വം ഇറാൻ്റെ തലയിൽ കെട്ടിവെച്ച് വീണ്ടും സ്ഥിതിഗതികൾ വഷളാക്കാനുള്ള ഇസ്രായേലിൻ്റെ ചില നീക്കങ്ങളുണ്ട്. ഇതിന് അമേരിക്ക കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അതിന് അടിവരയിടുന്ന തരത്തിലാണ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ഏതായിരുന്നാലും ട്രംപിൻ്റെ ഒരു വിശദീകരണം കൂടി വന്നിരിക്കുന്നു. ട്രൂത്ത് സോഷ്യലിലാണ് അദ്ദേഹം കാര്യം പറയുന്നത്. ഇനി ഒരു ചർച്ച ഇറാനുമായില്ല, സമാധാന കരാർ അത് അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഒരു ചർച്ചയിലേക്കോ അല്ലെങ്കിൽ ഔദ്യോഗികമായി അങ്ങനെ ഒരു നടപടികളിലേക്കോ കടക്കുന്ന കാര്യമില്ല. അത്തരത്തിലുള്ള ഒരു നടപടികളും പുരോഗമിക്കുന്നില്ല എന്ന കാര്യമാണ്. അവിടെയാണ് ഈ യുദ്ധമുണ്ടാകുമോ എന്ന തരത്തിലുള്ള ആശങ്ക വീണ്ടും സജീവമാകുന്നത്. ഒമാനിലേക്ക് ആക്രമണം നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അതും ലോകത്തെ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം സഖ്യരാജ്യമാണ്, അമേരിക്കയ്ക്ക് വലിയ സൈനിക സഹായം നൽകുന്ന, തിരിച്ച് അമേരിക്ക സൈനിക സഹായം നൽകുന്ന, അമേരിക്കയുടെ പടക്കപ്പലുകൾ അടുക്കുന്ന ഒമാൻ്റെ തീരം. അങ്ങനെ ഈ രാജ്യങ്ങൾ തമ്മിൽ വലിയ സൗഹൃദമുണ്ട്. അവർ ഇറാനുമായി ഇപ്പോൾ ഒരു ചർച്ച നടത്തിയതാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ബോംബ് വർഷിക്കും എന്ന വലിയ ഭീഷണിയാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇപ്പോൾ ഈ മിസൈൽ ആക്രമണം കൂടി വന്നതോടെ എണ്ണവിലയും ഗണ്യമായി തീർച്ചയായും ഇറാനുമായി ചർച്ചകളോ ആശയവിനിമയമോ നടക്കുന്നില്ല എന്നാണ് വിനോദ് US പ്രസിഡന്റ് വീണ്ടും പറയുന്നത്. ഇടയ്ക്ക് ചർച്ച നടക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞത് IRGCയുമായി തനിക്ക് ചില കോൺടാക്റ്റുകളുണ്ട് എന്നും മറ്റും പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാനുമായി ആശയവിനിമയം നടക്കുന്നില്ല എന്ന് ട്രംപ് പറയുന്നത്. മൈനുകൾ, അതായത് ഹോർമുസിൽ സ്ഥാപിക്കപ്പെട്ട മൈനുകൾ നീക്കം ചെയ്യുകയോ നിർവീര്യമാക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും ഹോർമുസ് തുറന്നു കിടക്കുകയാണ് എന്നും മറ്റുമാണ് അവകാശവാദം. ഇതിനിടയിലാണ് UAE എന്ന അമേരിക്കയുടെ ബേസൊക്കെയുള്ള ഈ എന്താണ് നേവി ബേസൊക്കെയുള്ള സ്ഥലത്ത് ഇറാൻ്റെ ആക്രമണം വരുന്നത്. അതിന് അമേരിക്കയുടെ മറുപടി എങ്ങനെയായിരിക്കുമെന്നുള്ളതല്ലേ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഹോർമൂസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെയാണ് ഈ തർക്കം തട്ടി നിൽക്കുന്നത്. കാരണം എണ്ണ വ്യാപാരം തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അമേരിക്ക ഈ കടന്നുകൂടിയത് തന്നെ ഹോർമൂസിൻ്റെ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ട്രംപ് ഏറ്റവും ഒടുവിൽ അമേരിക്ക പുറത്തിറക്കിയ മാപ്പിൽ ഹോർമൂസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്ന ഒരു സവിശേഷമായ കാര്യം കൂടിയുണ്ട്. അതായത് അമേരിക്കയുടെ ഭൂപ്രദേശമാണ് ഹോർമൂസ് എന്ന തരത്തിൽ അവരത് സ്ഥാപിക്കുകയാണ്. അത് തന്നെയാണ് ഇറാനെ ചൊടിപ്പിക്കുന്നതും. ട്രംപ് പറയുന്നത് കടൽ മൈനുകൾ അത് പൂർണ്ണമായും നേരത്തെ ഇറാൻ നിക്ഷേപിച്ചതാണ്, അതെല്ലാം നീക്കം ചെയ്തു. ഹോർമൂസ് ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്, ആർക്കും യാത്ര ചെയ്യാം എന്ന കാര്യമാണ്. അതേസമയം ഇറാൻ്റെ എണ്ണക്കപ്പലുകൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്, അത് മാറ്റിയിട്ടില്ല. അവിടെയാണ് ഇറാൻ കൂടുതൽ പ്രകോപനം അവർക്ക് ഉണ്ടാകുന്നത്. ആ തരത്തിലുള്ള ആക്രമണത്തിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ UAE ആക്രമണം അത് ഇറാനെ UAE സംശയിക്കുന്നതിനുള്ള കാരണവും ഇതുതന്നെയാണ്. അമേരിക്ക അവിടെ ഒരു അപ്രമാദിത്വം പറയുമ്പോൾ അതിനോട് ചേർന്ന് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ നിൽക്കുന്നു. ഇതിൻ്റെ പ്രതികാരം എന്നോണം ഈ മിസൈൽ ആക്രമണം അത് കപ്പലുകളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നു എന്നത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നാശനഷ്ടം നേരിടേണ്ടി വന്നത് UAE ആണ്. ഏതാണ്ട് ഈ ഫെബ്രുവരി 28-ന് ശേഷം 3000-ലധികം മിസൈൽ ആക്രമണമാണ്. ഇതിന് പുറമെയാണ് ഡ്രോൺ ആക്രമണങ്ങൾ. അവരുടെ പ്രധാനപ്പെട്ട അബുദാബി കമ്പനിയുണ്ട്, അവരുടെ ഷിപ്പുകൾ വ്യാപകമായി ആക്രമിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഏതാണ്ട് 20-ലധികം കപ്പലുകൾ അത് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായതുകൊണ്ട്, ചെറിയ കേടുപാടുകൾ പറ്റിയതുണ്ട്. അങ്ങനെ കപ്പലുകൾ UAE കപ്പലുകൾ ലക്ഷ്യം വെച്ച് വലിയ ആക്രമണം നടത്തുന്നു. നമുക്കറിയാം ഒമാൻ കഴിഞ്ഞാൽ ഏറ്റവും തീരം തൊട്ടടുത്ത് ഹോർമൂസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ് UAE അങ്ങനെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നു. അതുതന്നെയാണ് ഇപ്പോഴത്തെ ഒരു സംഘർഷത്തിന് കാരണം. കഴിഞ്ഞ ദിവസം പൊതുജനങ്ങൾക്ക് അലർട്ട് വരികയും ചെയ്തു. അതായത് സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറണം എന്നതായിരുന്നു ഈ ജാഗ്രതാ നിർദ്ദേശം. ഇതോടുകൂടി ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തരാകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ മുന്നറിയിപ്പ് പിൻവലിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇതൊരു ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. കാര്യങ്ങൾ സമാധാനത്തിലേക്ക് പോകുന്നു എന്നൊരു സൂചന ഉണ്ടാവുകയും താൽക്കാലിക സമാധാന കരാർ വരികയും ആ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി. ഇപ്പോൾ ഇതാ
ട്രംപ് പറയുന്നു ഹോർമൂസ് തങ്ങളുടേതാണ്, അത് തുറന്നു കിടക്കുന്നു എന്നത്. പക്ഷേ ഇറാൻ പറയുന്നു അനുവാദമില്ലാതെ ഏതെങ്കിലും കപ്പൽ സഞ്ചരിച്ചാൽ അത് ആക്രമിക്കപ്പെടുമെന്ന IRGCയുടെ മുന്നറിയിപ്പുണ്ട്. ഇന്നലെ ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം വന്നത് IRGCയുടെ പ്രതിനിധികളുമായി രഹസ്യമായി ആശയവിനിമയം അമേരിക്ക നടത്തുന്നു എന്നതാണ്. തീർച്ചയായും വിനോദ തുടരുക. ഇപ്പോൾ മിസൈൽ ഭീഷണി ഉണ്ടായത് ഇന്നലെയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ UAE-യിലെ ചില പ്രദേശങ്ങളിൽ അടിയന്തരമായ ജാഗ്രതാ നിർദ്ദേശം, മുന്നറിയിപ്പ് സന്ദേശമൊക്കെ ലഭിച്ചിരുന്നു. ജാഗ്രത ഇപ്പോഴും തുടരുന്നുണ്ട്. സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാനും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാനും നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നീട് ഭീഷണി അകന്നതായും സന്ദേശം നൽകി. രാജ്യത്തെ ലക്ഷ്യമിട്ട് മിസൈൽ ഭീഷണി കണ്ടെത്തിയതായി UAE വ്യോമ പ്രതിരോധ സേന സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഈ മുന്നറിയിപ്പ് ഉണ്ടായത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ജനങ്ങൾ വാതിലുകൾ, തുറസായ സ്ഥലങ്ങൾ എന്നിവയിൽ നിന്ന് അകലം പാലിക്കണമെന്നും അധികൃതരിൽ നിന്നുള്ള തുടർ നിർദ്ദേശങ്ങൾക്കായി കാത്തിരിക്കണമെന്നുമാണ് അറിയിച്ചത്. സുരക്ഷിതമായ കെട്ടിടങ്ങൾക്കുള്ളിൽ തുടരണം, ഔദ്യോഗിക മുന്നറിയിപ്പുകൾ മാത്രം പിന്തുടരണം എന്നും അധികൃതർ, അതായത് ആവശ്യമില്ലാത്ത ഒരുപാട് പരിഭ്രാന്തി ഉണ്ടാക്കുന്ന സന്ദേശങ്ങളിലൊന്നും വിശ്വസിക്കരുത്, കൃത്യമായ സന്ദേശങ്ങൾ അധികാരികൾ നൽകുമെന്നാണ് UAE വൃത്തങ്ങൾ വ്യക്തമാക്കിയത്. ഇത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇപ്പോൾ UAE-യും ഇറാനും തമ്മിൽ ഇത്ര വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും വ്യാപാരവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ട്രേഡ് എഗ്രിമെൻറ്റും മറ്റും നിലനിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്. ഇപ്പോൾ പൂർണ്ണമായും ഇറാനുമായുള്ള എല്ലാവിധ വ്യാപാര, വാണിജ്യ, സാമ്പത്തിക ഇടപാടുകളും ഉടനടി നിർത്തിവെക്കുന്നതായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രഖ്യാപിക്കുന്നു. UAE വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ വിഭാഗം ഡയറക്ടർ അഫ്ര അൽ ഹമേലിയാണ് ചൊവ്വാഴ്ച ഈ തീരുമാനം പ്രഖ്യാപിച്ചത്. അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഈ നടപടികൾ തുടരുമെന്നും അവർ വ്യക്തമാക്കുകയാണ്. മേഖലയിലെ സംഘർഷാവസ്ഥ ചൂണ്ടിക്കാട്ടി UAE മേഖലയിൽ ഉടനീളം വർദ്ധിച്ചു വരുന്ന സംഘർഷാവസ്ഥ അടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് എന്നറിയിക്കുകയാണ്. പ്രാദേശികവും അന്താരാഷ്ട്രവുമായ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാവുന്ന സംഭവവികാസങ്ങളോടുള്ള പ്രതികരണമായാണ് ഈ നടപടിയെന്ന് അൽ ഹമേലി വ്യക്തമാക്കുകയാണ്. ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം എന്നത് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. നമുക്കറിയാമത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഒരു ഭക്ഷ്യവസ്തുക്കൾ, പെട്രോളിയം അടക്കമുള്ള നിരവധി സാധനങ്ങൾ UAE-യിൽ നിന്ന് ഇറാനിലേക്ക് മറ്റും പോകുന്നുണ്ട്. അല്ലാതെ തന്നെ ഒരുപാട് സാങ്ഷൻസ് അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അപ്പോൾ UAE-യുടെ കൂടി ഉപരോധം വരുമ്പോൾ സ്വാഭാവികമായും അത് വലിയ തോതിൽ UAE എന്ന് പറയുന്നത് ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ജോർദാൻ, ഒമാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഒക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ അബുദാബി അപലപിക്കുകയും പുതിയ നടപടികൾ വല്ലാത്ത തോതിൽ സാമ്പത്തിക ബന്ധത്തിലടക്കം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്നുള്ള പ്രഖ്യാപനമടക്കം വരുന്നത്. കൂടാതെ ഗൾഫ് മേഖലയിലെ വ്യാപാര, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ വിപുലമായ പ്രത്യാഘാതങ്ങൾക്കും ഇത് സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും സുരക്ഷാ നടപടികൾക്കാണ് UAE ഊന്നൽ നൽകുന്നത് എന്നാണ് UAE-യുടെ വിശദീകരണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തങ്ങളുടെ സുരക്ഷ, തങ്ങളുടെ അയൽ രാജ്യങ്ങളുടെ സുരക്ഷയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി UAE കാണുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്തരം ചില കടുത്ത നടപടികളുമായി UAE മുന്നോട്ട് പോകുന്നത്.